ഒരു പേഴ്സൺ ഉണ്ട്. ഈ പേഴ്സൺ കുറെ സമയമായിട്ട് കാര്യങ്ങൾ ഹോൾഡ് ചെയ്തിട്ടായിരുന്നു വെക്കുണ്ടായിരുന്നെ. ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഒരു സംസാരം ഇല്ല, മെസ്സേജസ് ഇല്ല. അതല്ലാച്ച മെസ്സേജസ് ഉണ്ടായാലും ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പോ ഇത് കുറച്ച് സമയമായിട്ട് ഇങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പോ കാര്യങ്ങള് ചേഞ്ച് ആവാൻ തുടങ്ങിയിരിക്കണു. അവരുടെ ഉള്ളിൽ തന്നെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പൊ അവർക്ക് ഒട്ടും ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് നിങ്ങളുടെ എനർജിയിൽ ഞാൻ കാണുന്നുണ്ട്, അവർ തിരിച്ചു വരണ എനർജി കാണുന്നുണ്ട്. ഇത് എന്താണ് എക്സാക്ട്ലി എന്ന് നമ്മൾക്ക് നോക്കാം നിങ്ങളുടെ റീഡിങ്ങിൽ. അപ്പൊ ഞാൻ ഇവിടെ കാണുന്നത് എന്താ വെച്ചാൽ, ഈ പേഴ്സന്റെ ലൈഫിൽ ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവര് ഇത്രയും സമയം വരെ ഹോൾഡ് ചെയ്ത കാരണം എന്താ വെച്ചാൽ അവരുടെ ചില ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഫാമിലി എന്ന് പറയുമ്പോൾ ഇവര് മാരീഡ് ആയിരിക്കാം, അതല്ലച്ച ഇവര് സിംഗിൾ ആണെച്ചാൽ അവരുടെ വേറെ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. അതിന്റെ കാരണം അവര് ഈ സിറ്റുവേഷനിൽ ഒന്നും ഒരു തീരുമാനം എടുക്കാൻ റെഡി ആയിരുന്നില്ല. അത് മാത്രല്ല, മേ ബി നിങ്ങളുടെ ഇടയ്ക്ക് ഒരു സെപ്പറേഷനും ഉണ്ടായി. അതല്ല അവരുടെ ഫാമിലിനെ ചൂസ് ചെയ്തു. പക്ഷേ അത് അവർക്ക് വേണ്ടിയിട്ട് ഈസി ആയിരുന്നില്ല. എന്താ വെച്ചാൽ ഇവിടെ ലിയോ എനർജി, സ്ട്രെങ്ത് എനർജി വന്നിട്ടുണ്ട്. അപ്പോ അവർക്ക് അതൊരു കുറെ ഒരു ചാലഞ്ചിങ് സമയമായിരുന്നു. നിങ്ങൾക്ക് ഇത് അറിയണ്ടാവില്ല, പക്ഷെ അവർക്കും അത് ഈസി ആയിരുന്നില്ല. ആ തീരുമാനം എടുക്കുന്നത് ഒട്ടും ഈസി ആയിരുന്നില്ല. പക്ഷെ എങ്ങനെയെങ്കിലും അവർ മാനേജ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോ പക്ഷെ ചേഞ്ച് വരണത് എന്താ വെച്ചാ, ഞാൻ കാണുന്നത് അവർക്ക് ഇപ്പൊ മതിയായി. എന്താ വെച്ചാ ഇത് ഒരു ബാഗേജ്, ഒരു ബർഡൻ ആയി ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇപ്പോ കാര്യങ്ങള് ഞാൻ കാണുന്നത് അവർക്ക് ഈ സെപ്പറേഷൻ സഹിക്കാൻ പറ്റുന്നില്ല. ആൻഡ് അവർക്ക് ഈ സിറ്റുവേഷനെ റിലീസ് ചെയ്യണം എന്നുണ്ട്, എന്തെങ്കിലും ഒരു കണക്ഷൻ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുണ്ട്. ഞാൻ കാണുന്നത് കുറെ സമയം വരെ അവരുടെ തന്നെ ഫീലിങ്സ് ഡിനൈ ചെയ്യായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ടായാലും അതിനെ അവർ ഇഗ്നോർ ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല. ഇപ്പോ എന്താ വെച്ചാൽ അവർക്കും ഒരു ഹാപ്പി റീകൺസിലിയേഷൻ വേണം എന്നുണ്ട്. അവർക്കും ഇവിടെ ഒരു പുതിയ തുടക്കം വേണം എന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ കൂടെ സംസാരിക്കണം എന്നുണ്ട്. അപ്പൊ ഞാൻ കാണുന്നത് വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക്. കുറെ ഒരു പ്രാക്ടിക്കൽ എനർജിയിലാണ് അവർ വരണേ. അപ്പോ ആദ്യം നിങ്ങളുടെ കൂടെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അത്ര ചിലപ്പോൾ ഓപ്പൺ അപ്പ് ആവില്ല. പക്ഷെ ഇവിടെ ഞാനൊരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്, ഇമോഷണൽ കണക്ഷനും കാണുന്നുണ്ട്. ഇത് ഉണ്ടാവുന്നത് മെല്ലെ ആയിരിക്കും. നിങ്ങളുടെ റിസ്പോൺസ് കണ്ടിട്ടായിരിക്കും അവരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ ട്വിസ്റ്റ് എന്താ വെച്ചാൽ, ഞാൻ കാണുന്നത് വരുമ്പോഴേക്കും നിങ്ങളുടെ എനർജി മാറി. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ അത്ര ഇൻട്രസ്റ്റഡ് ആയിട്ടല്ല ഞാൻ കാണുന്നത്. മുമ്പത്തെ മാതിരി നിങ്ങൾ എഫേർട്ട് ഇടായിരുന്നു. എപ്പോഴെങ്കിലും മെസ്സേജ് ചെയ്യുമ്പോൾ കോൾ ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ ഭാഗത്തിനും അത്രയും ഒരു എൻതൂസിയാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നിങ്ങളുടെ എനർജിയിൽ ഞാൻ കാണുന്നത് നിങ്ങൾ അത്ര ഇൻട്രസ്റ്റഡ് അല്ല. എന്താ വെച്ചാൽ എന്താ ഓഫർ ചെയ്യണമെന്ന് വെച്ചാൽ അതും അത്ര ഒരു ചേഞ്ച്ഡ് ഓഫർ ഒന്നും അല്ല. മുമ്പത്തെ മാതിരി തന്നെയാണ് ആ സെയിം ഓഫർ അവർ കൊണ്ടുവരണത്. അവരുടെ ലൈഫിൽ ഒന്നും ഒരു വലിയ തീരുമാനം എടുത്തിട്ടില്ല ഞാൻ കാണുന്നത് നിങ്ങളുടെ എനർജിയിലും കുറെ ബാലൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കും കുറച്ച് സമയം കിട്ടി ഹീൽ ചെയ്യാൻ. ഇപ്പോ കുറച്ചുകൂടി നിങ്ങളുടെ മനസ്സിൽ ക്ലാരിറ്റി ഉണ്ട്. അത് എനിക്ക് വേണ്ടിയിട്ട് എന്താണ് നല്ലത്, ഈ പേഴ്സൺ എനിക്ക് എന്താണ് തരാൻ പോണേ, ഓഫർ ചെയ്യണേ, ഇത് എനിക്ക് നല്ലതായിരിക്കോ, നമ്മളുടെ ഫ്യൂച്ചർ ഉണ്ടാവോ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുമ്പോ ഈ പേഴ്സൺ നിങ്ങൾക്ക് ഇപ്പോൾ ഓഫർ ചെയ്യണത് അത്ര ഒരു സ്റ്റേബിൾ എനർജി അല്ല എന്ന് നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങും. പറഞ്ഞാൽ അങ്ങനെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ എനർജി അത്ര ഒരു ഇൻട്രസ്റ്റ് ഇല്ല. എന്താ വെച്ചാൽ ഈ പേഴ്സൺ ഓഫർ ചെയ്യണതും അത്ര ഒരു നല്ല ഓഫർ ഒന്നും അല്ല. ഇപ്പോഴും ഈ പേഴ്സന്റെ ലൈഫിൽ ആ മുമ്പത്തെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അവരുടെ ഫാമിലിനെ വിട്ടിട്ടൊന്നുമല്ല നിങ്ങളുടെ അടുത്ത് വരണേ. അവിടെ ഒന്നും റിസോൾവ് ആയിട്ടില്ല. അപ്പോ ഇവിടെ ഇപ്പോഴും കാര്യങ്ങൾ കൺഫ്യൂസിങ് തന്നെയാണ്. നിങ്ങളെ മിസ് ചെയ്യണ്ട, അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണു. പക്ഷെ ആക്ച്വൽ പ്രോബ്ലമിന്റെ സൊല്യൂഷൻ ഇതുവരെ ഇല്ല. നിങ്ങളിപ്പോ കുറെ കൂടിയും മെച്യൂർ ആണ്, ഇമോഷണലി സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഉടനെ പിടിക്കാൻ പറ്റുന്നുണ്ട്. പറഞ്ഞാൽ മുമ്പേ നിങ്ങൾ ഇമോഷണലായിട്ട്
കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു സ്റ്റെബിലിറ്റി വന്നുകൊണ്ട് നിങ്ങൾക്കൊരു നല്ല ഒരു പ്രാക്ടിക്കലായി തീരുമാനം എടുക്കാനും പറ്റുന്നുണ്ട്. പ്രാക്ടിക്കലും ഇമോഷണലും രണ്ടും വെച്ചിട്ട് നിങ്ങൾ ഒരു ബാലൻസ്ഡ് അപ്രോച്ചാണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ അവരോട് പറയണത് എന്താ വെച്ചാൽ, ഇത് കാട്ടിലും നല്ലത് ഞാനൊരു സിംഗിൾ എനർജിയിലാണ്. എന്താ വെച്ചാ നിങ്ങൾ എനിക്ക് തരണത് ഓഫർ ചെയ്യണത് അത്രയൊന്നും ഒരു മാറ്റങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ ഞാൻ എന്തിനാണ് ഇവിടെ കണക്ട് ചെയ്യണ്ടേ? എന്താ വെച്ചാ മുമ്പത്തെ മാതിരി തന്നെയാണ് ഇപ്പോഴും സിറ്റുവേഷൻ, അതിലൊരു മാറ്റമൊന്നുമില്ല. അപ്പൊ നിങ്ങളൊരു സിംഗിൾ ഇൻഡിപെൻഡന്റ് എനർജിയിൽ തന്നെയാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ അടുക്ക് ചിലവർക്ക് ഇപ്പോഴും ഒരു റിഗ്രറ്റ് ഉണ്ട്. അത് ഞാൻ ഈ പേഴ്സണെ നോന്ന് പറഞ്ഞു. മുമ്പേ കുറച്ചൊരു അവര് വേഗം വന്നിട്ടുണ്ടായിരുന്നു വെച്ചാൽ എനിക്ക് ആൻഡ് ഈ പേഴ്സൺ ഒരു ഫ്യൂച്ചർ ഉണ്ടാവാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ കുറച്ച് ലേറ്റ് ആയി പോയി. പക്ഷെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാ, ഇത് നിങ്ങളുടെ നഷ്ടമല്ല, ഓക്കെ, ഇത് അവരുടെ നഷ്ടമാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യണത് അത് വേസ്റ്റ് ആയി പോവില്ല. എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ വേറെ എന്തോ വരാൻ പോകുന്നുണ്ട്. ഒരു ഗുഡ് ന്യൂസ്, ഒരു നല്ല സമയം, ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പിൽ നല്ല ഒരു ജോലി. അപ്പൊ എന്തോ ഒരു പോസിറ്റീവ് ലൈഫ് ഇവന്റ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോ അതുകൊണ്ടൊന്നും റിഗ്രറ്റ് ചെയ്യരുത്. എന്താ വെച്ചാ ഇതൊക്കെ ഒരു ഡെസ്റ്റിനിയുടെ കളിയാണ്. ഓക്കെ, അവര് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫേം ആയിട്ട് ഓഫർ തരണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാച്ച, അങ്ങനത്തെ ഒരു ഓഫർ ഇല്ലാച്ച നിങ്ങൾ എന്തിനാണ് പിന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ കോംപ്രമൈസ് ചെയ്യണത്? അപ്പോ ഇവിടെ ഞാൻ കാണുന്നത് യൂണിവേഴ്സും പറയണത് ബി അസേർട്ടീവ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ചാൽ അത് പ്രയോറിറ്റൈസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇവരൊരു കമ്മിറ്റ്മെന്റ് തരുന്നുണ്ടോ? അതല്ലച്ചാ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ അവരുടെ മനസ്സിൽ? ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും? ഇതൊരു ജോലി കാര്യമാണ് വെച്ചാൽ ജോലിയിലും എന്തെങ്കിലും ഒരു സോളിഡ് ഓഫർ ഉണ്ടോ? അതിൽ ഗ്രോത്ത് ഉണ്ടോ? അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സൈഡ് പറയുക, അത് ക്ലിയർ ആയിട്ട് പറയുക. ലുക്ക് ഫോർ എ സൈൻ വന്നിട്ടുണ്ട്. അപ്പൊ യൂണിവേഴ്സും ഇവിടെ സൈൻസ് തരും നിങ്ങൾക്ക്, അത് നിങ്ങളൊരു റൈറ്റ് പാത്തിലാണെന്ന്. അങ്ങനത്തെ ഒരു സൈന് നിങ്ങൾക്ക് തന്നെ കിട്ടും, നിങ്ങൾക്ക് മനസ്സിലാവും. അതുമാത്രമല്ല ഈ റീഡിങ് നിങ്ങൾ കാണുന്നുണ്ട് വെച്ചാൽ അതും ഒരു സൈൻ തന്നെയാണ്. എന്താ വെച്ചാൽ ഇവിടെ ഞാൻ ഒന്നും ഒരു നക്ഷത്രം അങ്ങനെ ഒന്നും പറയൂല. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇത് സിറ്റുവേഷൻ ബേസ്ഡ് റീഡിംഗ് ആണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളാണ് വെച്ചാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് ആണ്. അതന്നെ ഒരു യൂണിവേഴ്സിന്റെ സൈൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, കമന്റ്സിൽ യെസ് എന്ന് എഴുതുക. ആൻഡ് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ആയിട്ട് റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പൊ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെന്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.